നമസ്കാരം. TP വധക്കേസിൽ തിരുവഞ്ചൂർ എന്ന ആഭ്യന്തരമന്ത്രി നടത്തിയ ശക്തമായ ഇടപെടൽ. ഇന്ന് TP വധക്കേസിൽ ഇത്രയെങ്കിലും പേർ അഴിക്കുള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് ശേഷം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ എവിടെയോ ആ അന്വേഷണം ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂരിനെ ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതും. തിരുവഞ്ചൂരിനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. പ്രകടന പത്രികയിൽ 7 പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ 7 പോയിൻറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, പൊതുകടം ഭയാനകമായി വർദ്ധിച്ചത് ആസൂത്രിതമായ കൊള്ളകളിലൂടെയാണോ എന്ന് UDF സർക്കാർ അന്വേഷിക്കും എന്നുള്ളതായിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് അന്ന് നടത്തിയത്. പ്രകടന പത്രിക കമ്മിറ്റി ചെയർമാൻ ബെന്നി ബെഹനാനെ ഒന്ന് നേരിട്ട് വിളിക്കാമോ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം ബെന്നി ബെഹനാനുമായി സംസാരിച്ചു. എന്നിട്ട് ആ പോയിൻറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ പോയിൻറ്റ്സ് ഷെയർ ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഞാൻ കൊടുത്ത ഒരു പോയിൻ്റ് പോലും പ്രകടന പത്രികയിൽ ഉണ്ടായില്ല. അപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു, ഒരു സത്യസന്ധമായ ഒരു ഭരണം UDF സർക്കാരിന് താല്പര്യം ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒത്തുകളി രാഷ്ട്രീയം തന്നെയാണോ നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ സംശയിച്ചു. ആ സംശയമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഭരണത്തിലേറി 2 മാസമാകാറായിട്ടും ഇന്നുവരെ കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് നടന്ന ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരമിണ്ടുകയോ VD സതീശനോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അഭ്യർത്ഥന എന്നുള്ള നിലയ്ക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ആണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജനവഞ്ചന, ഒത്തുകളി രാഷ്ട്രീയം എന്ന ജനവഞ്ചന അങ്ങ് ഇനിയും കാണാതെ പോകരുത്. ശക്തമായി അതിനെതിരെ പ്രതികരിക്കണം. ജനങ്ങൾ അങ്ങയിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. UDF ഇന്ന് അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ വിശ്വാസം മൂലമാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നടന്ന സകല വൃത്തികേടുകൾക്കെതിരെയും ശക്തമായ അന്വേഷണം UDF സർക്കാർ നടത്തുമെന്നും ശക്തമായ നടപടി ആ ചെയ്തവർക്കെതിരെ UDF സർക്കാർ കൈക്കൊള്ളുമെന്നും ജനങ്ങൾ വിശ്വസിച്ചതിൻ്റെ പുറത്തു മാത്രമാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തിയത്. എന്നാൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ, ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ പൂക്കിച്ചിരിയും ചിരിച്ച് നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് കാണാതെ പോകരുത്. ശക്തമായ ഇടപെടൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം താങ്കൾ ഒത്തുകളിക്കില്ല എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി അങ്ങ് ഇടപെടണം. എത്രയും പെട്ടെന്ന് VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും അങ്ങ് ആവശ്യപ്പെടണം. കഴിഞ്ഞ 10 വർഷം നടന്ന കൊള്ളകൾക്കെതിരെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും നടപടി കൈക്കൊള്ളണമെന്നും അങ്ങ് UDF നേതാക്കളോട്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും ആവശ്യപ്പെടണം. അങ്ങനെ ജനങ്ങൾക്ക് താങ്കളോടുള്ള വിശ്വാസം അങ്ങ് കാത്തു സൂക്ഷിക്കണം. ഇതൊരു റിക്വസ്റ്റാണ്. താങ്ക് യു.